ജൂലൈ 1, 2024 മുതൽ മെഡിസപ്പ് മൂന്നാമത്തെ പോളിസി വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. പുതിയ കാർഡ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ച വിവരങ്ങളും ആശ്രിതരെ സംബന്ധിച്ച വിവരങ്ങളും കൃത്യമായി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാർഡിലെ വിവരങ്ങളിലെ പൊരുത്തക്കേടുകൾ കാരണം മെഡിസപ്പ് ആനുകൂല്യം നിഷേധിക്കപ്പെടാനുള്ള സാഹചര്യം ഇത്തരത്തിൽ ഒഴിവാക്കാവുന്നതാണ്. 2024-2025 മെഡിസപ്പ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി മെഡിസപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഹോം പേജിൽ മുകളിലായി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ കാണാം. ഒന്നുകിൽ സ്റ്റാറ്റസിലൂടെയോ അല്ലെങ്കിൽ താഴെയായി കാണുന്ന മെഡ് കാർഡ് എന്ന ഓപ്ഷനിലൂടെയോ 2024-25 മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റസിലൂടെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ കാറ്റഗറി എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി അല്ലെങ്കിൽ പെൻഷനർ എന്ന് നൽകുക. എംപ്ലോയി ID അല്ലെങ്കിൽ പെൻ നമ്പർ അല്ലെങ്കിൽ PPO നമ്പർ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് നൽകുക. താഴെയായി കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ വലതുഭാഗത്തായി കാണുന്ന മെഡ് കാർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വിശദാംശങ്ങളും ക്ലെയിം അല്ലെങ്കിൽ ഗ്രീവൻസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങളും പ്രീമിയം പേയ്മെന്റ് സംബന്ധിച്ച വിശദാംശങ്ങളും കാണാവുന്നതാണ്. ഇനി ഹോം പേജിൽ തന്നെ താഴെയായി കാണുന്ന മെഡ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനായി മെഡ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ബെനിഫിഷ്യറി എന്ന് സെലക്ട് ചെയ്യുക. തുടർന്ന് മെഡിസപ്പ് ID, എംപ്ലോയി ID അല്ലെങ്കിൽ പെൻ അല്ലെങ്കിൽ PPO നമ്പർ എന്നിവ നൽകി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ താഴെയായി ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കാർഡ് ഡൗൺലോഡായി വരും. ഇവിടെ പോളിസി ഹോൾഡറിന്റെ പേര്, പോളിസി നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. പോളിസി നമ്പറിന് നേരെയായി ഇയർ 2024-25 എന്ന് കാണാം. കാർഡിൽ താഴെയായി ആശ്രിതരുടെ പേരും വിവരങ്ങളും കാണാം. ഇവയെല്ലാം പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ കാർഡ് ഫോണിലോ കയ്യിലോ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, പോളിസി നമ്പറിൽ 2024-2025 എന്ന വർഷം കാണിക്കുന്ന കാർഡാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. പുതിയതായി ജോലിയിൽ പ്രവേശിച്ചവർ അവരുടെ വിശദാംശങ്ങളും പുതിയതായി വിവാഹം കഴിച്ചവർ അവരുടെ പങ്കാളിയുടെ വിശദാംശങ്ങളും നവജാത ശിശുക്കളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും കൂടാതെ മെഡിസപ്പ് കാർഡിലുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസറെ ബന്ധപ്പെട്ട് മെഡിസപ്പ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ സംശയ നിവാരണത്തിനും ജീവനക്കാർ DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസറെയും പെൻഷൻകാർ ബന്ധപ്പെട്ട ട്രഷറി ഓഫീസറെയും ബന്ധപ്പെടേണ്ടതാണ്.